ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ വീക്കെൻഡായി. ഈ വീക്കെൻഡിൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഓഫ് കിട്ടിയിട്ടുണ്ട്. സോ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുക, എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോയാലോ, ഒരു വൺ ഡേ ട്രിപ്പ് എവിടെയെങ്കിലും പോയാലോ എന്ന്. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചപ്പോഴാണ് നമുക്കെന്നാൽ ബ്രൈറ്റൺ ബീച്ച് പോയാലോ ഞങ്ങൾ ഒരു ഡിസിഷനിലെത്തിയത്. ഈ ബ്രൈറ്റൺ ബീച്ച് എന്ന് പറയുമ്പോൾ UK തന്നെ ഭയങ്കര ഫേമസ് ആയിട്ടൊരു ബീച്ചാണ്. ഞാൻ ഇതിന് മുന്നേ പോയിട്ടുണ്ട്. സോ ഇപ്രാവശ്യം ഞാനും നബിയും കൂടി അങ്ങോട്ട് ഒരുമിച്ച് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിനാണ് പോകുന്നത്. സ്വിൻഡൻ ടു ലണ്ടൻ, ലണ്ടൻ ടു ബ്രൈറ്റൺ, അതാണ് ഞങ്ങളുടെ പ്ലാനിങ്. സോ ബസ്സിന് പോകുന്ന കാരണം ഏർലി മോർണിംഗിലാണ് നമ്മൾ ഇവിടുന്ന് നാഷണൽ എക്സ്പ്രസ് ടിക്കറ്റ് എടുത്തതാണ്. അപ്പോൾ നല്ല ചീപ്പസ്റ്റ് ആയിരിക്കും. രാവിലെ ടൈമിലൊക്കെ ആയിരിക്കും ശരിക്കും നല്ല ചീപ്പസ്റ്റ് ഫെയർ ആയിരിക്കുള്ളൂ. അപ്പോൾ ഞങ്ങളിത് പാക്കപ്പൊക്കെ ചെയ്ത് ബസ് കയറാൻ വേണ്ടിയിട്ട് സ്വിൻഡൻ ബസ് സ്റ്റേഷനിൽ എത്തിയേക്കുകയാണ്. ഇവിടെ വണ്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഇവിടെ നിറച്ച ആളുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം ആളൊക്കെയായി. ഞങ്ങളും അവിടെ ചെന്നിട്ട് അവിടുത്തെ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ കയറി സെറ്റിലായി. അപ്പോൾ ചെറുതായിട്ട് വിശപ്പൊക്കെ തുടങ്ങിയായിരുന്നു. കാരണം 6:30-ക്കുള്ളൊരു ബസ്സിലാണ് നമ്മൾ കയറിയത്. സോ ഞാൻ ചെറിയൊരു സാൻഡ്വിച്ചും കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ പാർസൽ ചെയ്തെടുത്തു. എനിക്കിതൊരു ശീലമാണ്, എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരു കട്ടൻ കാപ്പി കയ്യിൽ വേണം, ചൂടുള്ള എന്തെങ്കിലുമൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട്. സോ അതൊക്കെ പാക്ക് ചെയ്ത് ഞാൻ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് ഞങ്ങൾ മോർണിംഗ് ഒരു 9 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ലണ്ടനിലെത്തി. ഇനി അടുത്ത് നമുക്ക് ലണ്ടനിൽ നിന്ന് 10 o'clock നമുക്ക് അടുത്ത ബസ്സുണ്ട്. ഞങ്ങൾ 10 മണി ബസ്സിന് വേണ്ടിയിട്ട് അവിടെയും വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 10 മണിക്കായിരുന്നില്ല, 10:30 ആയപ്പോഴേക്കുമാണ് ബസ്. ഒരു 30 മിനിറ്റ് ലേറ്റായി. അങ്ങനെ 10:30-ക്ക് ബസ് വന്നു. ഞങ്ങളിതേ 10:30-യുടെ ബസ്സിന് കയറാൻ വേണ്ടി അടുത്ത ക്യൂവിൽ നിൽക്കണം. കാര്യം കുറേ ഡിലേ ഒക്കെ ഉണ്ടായെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടായില്ല. നമ്മളിങ്ങനെ ബസ്സിലൊക്കെ ഇരുന്നല്ലേ വന്നത്. ക്ഷീണമൊന്നും ഉണ്ടായില്ല, സുഖമൊക്കെ ആയിരുന്നു. ഞങ്ങൾ പാട്ടൊക്കെ കേട്ട് നല്ല ചില്ലായിട്ട് അങ്ങനെ വന്ന് നിൽക്കുന്നു. ഇനി അടുത്ത വണ്ടി കയറട്ടെ. അങ്ങനെ ഫൈനലി നമ്മളൊരു 2:30 ആയപ്പോഴേക്കും ബ്രൈറ്റണിൽ എത്തിയിട്ടുണ്ട്. ക്ലൈമറ്റ് ഭയങ്കര ഷോക്കാണ്, ഭയങ്കര വിൻഡിയാണ്. എന്താ പറയുക, നല്ല മഴക്കോളൊക്കെ ഉണ്ട്. അങ്ങനെയായിട്ടിരിക്കുകയാണ്. അത് ഇവിടെ കാണുന്ന ഈ റെഡ് ബസ് ഉണ്ടല്ലോ, ഇത് ഇവിടുത്തെ എന്താ പറയുക, ലണ്ടനിലൊക്കെ കാണുന്ന ബിഗ് ബസ് പോലെയാണ്. ഈ ബസ് എന്ന് പറയുമ്പം നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് കയറി കഴിഞ്ഞാൽ എല്ലാ അട്രാക്ഷൻസിൻ്റെ ഫ്രണ്ടിൽ, ബ്രൈറ്റൻ്റെ എല്ലാ അട്രാക്ഷൻ്റെ ഫ്രണ്ടിലോട്ടും ഈ ബിഗ് ബസ്സിൽ നമുക്ക് പോകാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് ലണ്ടനിലും ഇങ്ങനെ തന്നെയാണുള്ളത് ബിഗ് ബസ്. അതുപോലെ തന്നെ എന്തായാലും ഞങ്ങൾ അത് കയറാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ബീച്ചിൻ്റെ കൂടിയൊക്കെ ഒന്ന് ചില്ലടിച്ച് നടക്കാം. അപ്പോൾ ഇങ്ങനെ ബീച്ചിൽ കൂടിയൊക്കെ നടക്കുകയാണ്. അതോ നല്ല ഭയങ്കര കാറ്റുണ്ട്. എന്തായാലും വന്നതല്ലേ, ജസ്റ്റ് ഫോട്ടോയ്ക്ക് പറ്റിയ സ്പോട്ടൊക്കെ ഉണ്ടോ തപ്പി ഞാൻ നടക്കുകയാണ്. പക്ഷേ ഒരു സ്പോട്ടും ഇല്ല. പിന്നെയാണ് ഈ കാണുന്നത് ബ്രൈറ്റൺ പിയർ എന്ന് പറയും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഈ ബ്രൈറ്റൻ്റെ മെയിൻ അട്രാക്ഷനാണ് ഈ ബ്രൈറ്റൺ പിയർ. £1 പെർ പേഴ്സൺ ഉള്ളത്. ഇതിൻ്റെ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ കുറേ അമ്യൂസ്മെൻറ്റ് ആയിട്ടുള്ള എന്താ പറയുക, റൈഡ്സും കുറേ ഷോപ്സും അങ്ങനെയൊക്കെയുള്ള മെയിൻ അട്രാക്ഷൻസാണുള്ളത്. നമ്മൾ ഭയങ്കര ഫുഡി ആണെങ്കിൽ ഇവിടെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ് ബ്രൈറ്റണിലെ ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറയുന്നത്. എനിവേ ഞാനതിൽ അത്രയും ഇൻട്രസ്റ്റ് അല്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തപ്പാമെന്ന് വിചാരിച്ചു. സോ ഈ ബ്രൈറ്റൺ പിയറിൻ്റെ അകത്തോട്ട് ഞങ്ങൾ കയറാൻ പോവുകയാണ്. എന്താണ് അതിൻ്റെ അകത്തുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കാം. സോ ഇവിടെ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട് ഇതിനകത്ത്. നമുക്കിവിടെ ഫ്രണ്ടിൽ കൗണ്ടർ ഉണ്ട്, അവിടെ പേ ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവിറ്റീസിലൊക്കെ കയറാം. ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കൂടിയായിട്ട് ഇഷ്ടംപോലെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉള്ള ഇവിടെ ഇഷ്ടംപോലെ ആളുകളൊക്കെ കാണുന്നുണ്ട്. അടിപൊളി സംഭവമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ബ്രൈറ്റൺ എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന ടൈം മെയ് ടു സെപ്റ്റംബർ ആണ്. അതൊക്കെയാണ് നല്ല വെതർ, UK സമ്മറിൻ്റെ ടൈം. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ആളുകളായിരിക്കും ആ ടൈമിൽ വരിക. അപ്പോൾ ഇന്ന് ഇങ്ങനത്തേക്കുള്ള ക്ലൈമറ്റൊക്കെ ആയിരുന്നു. അധികം ആളുകളൊന്നുമില്ല.
പിന്നെ ഇത് ഇവിടെ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട്, നിങ്ങൾ റൈഡ്സ് ഉണ്ട്. പെർ പേഴ്സൺ 5 pounds ആണ്. നെക്സ്റ്റ് ഞങ്ങൾ ബീച്ച് സൈഡൊക്കെ കഴിഞ്ഞ് ബ്രൈറ്റൺ ടൗണിൽ കൂടിയൊക്കെ ഒന്ന് ഇറങ്ങിയേക്കാണ്. വേറെ അട്രാക്ഷൻസൊക്കെ ഉണ്ടാവില്ല എന്താണെന്നൊക്കെ നോക്കാൻ വേണ്ടി. നല്ല ബിസി ഏരിയ ആട്ടോ ഇവിടെ. അപ്പോൾ ഇത് ഈ താജ്മഹൽ പോലിരിക്കുന്ന പാലസ് ആൻഡ് റോയൽ പവലിയൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള അട്രാക്ഷനാണ്. ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നല്ല അടിപൊളി വ്യൂ ആണെന്ന് കേട്ടേക്കണേ. ഫ്രീ എൻട്രി ആണ്, ബട്ട് ടൈം ഇല്ലാത്തതാണ് നമ്മൾ കയറിയില്ല. ഈ ഹാരി പോട്ടർ മൂവിയൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്യുന്നത് കേട്ടേനെ. നെക്സ്റ്റ് ഓഫ് കോഴ്സ് വിശപ്പിൻ്റെ ടൈമായി നമ്മൾ നേരെ സ്ലിം ചിക്കനിൽ കയറി അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. പിന്നെയും ടൗൺ സെൻറ്ററിൽ കൂടി തന്നെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. ഇത് 1 day ട്രിപ്പിന് പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. ഇഷ്ടംപോലെ ഫുഡൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ 1 day ട്രിപ്പ് കഴിഞ്ഞു. ഞങ്ങൾ സെൻറ്ററിലോട്ടുള്ള യാത്രയിലാണ്. ദുർഘടമായിട്ടുള്ള ഞങ്ങളുടെ യാത്ര പര്യവസാനത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. യെസ് യെസ്